അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും. ലേഡീസ് ബ്യൂട്ടിയുടെ ഉദ്ഘാടനം മാർച്ച് 22 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക്. ലേഡീസ് ബ്യൂട്ടി, മേലെ പട്ടാമ്പി. വർഷങ്ങളായി ഈ പെരിന്തൽമണ്ണ നഗരവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ജൂബിലി റോഡ് ഒന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റിംഗ് റോഡ്, ഒരു ബൈപ്പാസ് റോഡാണ് ജൂബിലി റോഡ്. ഇവിടെ തകർന്ന് കിടക്കാൻ തുടങ്ങി പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഈ കല്ലുകൾ, അതായത് ടൈൽസുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഏതായാലും നഗരസഭ ഫണ്ട് വകയിരുത്തി ഈ ജൂബിലി റോഡ് നവീകരണം BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ പ്രവൃത്തികളും അത് എന്ന് പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നഗരസഭാ ചെയർമാനോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ സ്ഥിരീകരണം കൂടി നമുക്ക് ആവശ്യമാണ്. ഈ ജൂബിലി റോഡിൻ്റെ കുറേ കാലം തകർന്നു കിടന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായി. അത് ഇത്രയും വൈകിയത് എന്താണ്? ഇപ്പോൾ എത്ര രൂപയുടെ ഫണ്ടാണ് വകയിരുത്തിയത്? അത് എത്ര കാലം കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, നമ്മൾ വൈകി എന്ന് പറയുന്നത് ശരിയല്ല. ജൂബിലി റോഡ് ആകെ പ്രയാസത്തിലല്ല, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൂബിലി റോഡിലെ 1-2 സ്പോട്ടുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നത്, അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഇല്ലാത്തത്, അവിടെയാണ് പ്രയാസം. ശരിക്കും BMBC ആണ് ആദ്യം മുതലേ ജൂബിലി റോഡ്. പിന്നെ ഇത് മുൻപ് നഗരസഭ നേരിട്ട് ഏറ്റെടുത്ത് നവീകരിച്ചിട്ടുള്ളതാണ്. അന്നത്തെ ഏറ്റവും ആധുനിക രീതിയിലുള്ള നിർമ്മാണ രീതിയാണുള്ള ടൈലൊക്കെ പാകിയിട്ടാണ്, അതായത് വെള്ളം കെട്ടി നിൽക്കുന്നത്. അന്നത്തെ സാങ്കേതിക രീതി എന്ന് പറയുന്നത് പിന്നെ ടൈല് ഇട്ടില്ല, അതന്ന് സ്വീകരിച്ചു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലത്തും വെള്ളം കെട്ടി നിന്നും പ്രോപ്പറായി ഡ്രെയിനേജ് ഇല്ലാത്തതും ഒക്കെ കാരണമായി പല സ്ഥലത്തും തകരാറിലായി. ആ തകരാറാണ് ജൂബിലി റോഡിനുള്ളത്. ആ തകരാറും ശരിക്കും ജൂബിലി റോഡിന് വിടാൻ പാടില്ല. ആ നിലപാട് തന്നെ നഗരസഭയ്ക്കുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെ ഏറ്റവും മികച്ച രൂപത്തിൽ ആക്കണം എന്നുള്ളത് ഞങ്ങളെ കാഴ്ചപ്പാടാണ്, നയമാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു നഗരസഭയും ആ നഗരസഭയുടെ അണ്ടറിലുള്ള റോഡുകളൊന്നും BMBC ഒന്നും ചെയ്യില്ല. കാരണം BMBC ചെയ്യണമെങ്കിൽ 4 ഇരട്ടി തുകയാണ്. അത് നിങ്ങൾക്കറിയാം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന തുകയ്ക്ക് ഒരു കണക്കുണ്ട്, അതിനധികം റോഡുണ്ട്. നിങ്ങൾ നേരത്തെ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. നേരത്തെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നഗരത്തിൽ 250 കിലോമീറ്റർ അധികം റോഡുണ്ട്. ഇതെല്ലാ വർഷവും നവീകരിക്കേണ്ടതുണ്ട്. പുതിയ റോഡുകൾ വരും. ആ റോഡുകൾ ഇപ്പോൾ പല ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുള്ള വാഗ്ദാനം ഈ റോഡുകൾ ഉണ്ടാക്കാമെന്നൊക്കെ. പുതിയ റോഡാണ്, അപ്പോൾ അതിന് ഫണ്ട് ചിലവഴിക്കണം. പിന്നെ ദൈനംദിനമായി ഇവിടെ നടന്നു പോകുന്ന ഒരുപാട് വർക്കുകളും ചിലവുകളും, അതിൻ്റെയൊക്കെ ഭാഗമായി ഇത്ര അധികം തുക ചിലപ്പോൾ മാറ്റിവെക്കാൻ കഴിയാറില്ല. എന്നാൽ നമ്മൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഈ ജൂബിലി റോഡിനെ അങ്ങനെ കണ്ടാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10-30 ലക്ഷം രൂപ ചിലവഴിച്ചാൽ ജൂബിലി റോഡിനെ സാധാരണഗതിയിൽ ടാർ ചെയ്യുകയോ സഞ്ചാരയോഗ്യമൊക്കെ മാറ്റും. പക്ഷേ BMBC നിലവാരത്തിലേക്ക് മാറ്റണം എന്നുള്ളത് ഞങ്ങളെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള റോഡാണ്. ഇപ്പോൾ നഗരത്തിലെ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള നമ്മളെല്ലാവരോടും പറയുന്നതാണത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നഗരത്തിന് 18 വർഷത്തിന് ശേഷമാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ വന്നത്. ആ ബസ് സ്റ്റാൻഡ് വന്നത് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡാണ്. മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വന്നതോടുകൂടി ഒരുപാട് വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള ഒരുപാട് വാഹനങ്ങൾ അതിലൂടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് വർദ്ധിച്ചു. സ്വാഭാവികമായും ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിംഗ് റോഡുകളിലൊന്ന് ബൈപ്പാസ്, അത് ഏറ്റവും മികച്ച രൂപത്തിലാക്കുക എന്നുള്ളത് ഞങ്ങളെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അത് ദീർഘകാല ഉപയോഗം അതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഇനി എനിക്ക് തോന്നുന്നത് അടുത്ത കൗൺസിലിനൊന്നും ജൂബിലി റോഡിനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിൻ്റെ അടുത്ത കൗൺസിലിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മൂസക്കുട്ടി റോഡ് കണ്ടിട്ടുണ്ടാവും. എത്ര വർഷമായി പണി കഴിഞ്ഞിട്ട്? 3 വർഷമായി. എന്തെങ്കിലും ഒരു 3 വർഷമായി ഒരു തകരാറുണ്ടാവില്ല. അത് ഗ്യാരണ്ടിയാണ്. 5 വർഷം എന്തായാലും ഗ്യാരണ്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മതിയല്ലോ, അടുത്ത കൗൺസിലിന് മതി ജൂബിലി റോഡിനെ, അതിൻ്റെ അടുത്ത കൗൺസിലിന് മതി ജൂബിലി റോഡിനെ. അപ്പോൾ അത് വരാൻ പോകുന്ന കൗൺസിലുകൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്കാണ് നമ്മളതിനെ മാറ്റിയിട്ടുള്ളത്. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരുടെ സഞ്ചാരത്തിനുണ്ടാവരുത് എന്ന കാഴ്ചപ്പാട് കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1,70,00,000 രൂപ നമ്മൾ അതിന് മാറ്റിവെച്ചത്. നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ പണം മാറ്റിവെക്കുക മാത്രമല്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കൾവർട്ട് വേണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, വെള്ളം ഒഴിഞ്ഞു പോകും.
അതിന് ഡ്രൈനേജ് വേണം പ്രോപ്പറായ. അപ്പോൾ ഡ്രൈന് പ്രോപ്പറായിട്ടുള്ള കൾവർട്ട്, അതിന് ശേഷം BMBC. ഇത് മാത്രം ചെയ്താലും നമ്മളെ റോഡ് നിലനിൽക്കണമെന്നില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, റോഡ് പണി കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തിനെ? വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പ് കുത്തിപ്പൊളിക്കാൻ വേണ്ടി. അതിനു മുമ്പ് അതുകൂടി ചെയ്യാണ്. അതിൽ വാട്ടർ അതോറിറ്റിയിൽ ഇടപെട്ട് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ 70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 1 കിലോമീറ്റർ 700 മീറ്ററുമായിട്ടുള്ള പൈപ്പ് ലൈൻ സ്ട്രെങ്തൻ ചെയ്യാണ്. നിലവിൽ അവിടെ പൈപ്പ് ലൈൻ ഉണ്ട്, അത് ഏകദേശം 40 വർഷത്തിന് മുമ്പുള്ളതാണ്. ഇനി അതിൻ്റെ മുകളിലൂടെ നമ്മൾ BMBC മാത്രം ചെയ്താൽ ആ പൈപ്പ് മുഴുവൻ പൊട്ടും. അപ്പോൾ എന്താണ്, നമ്മൾ ഇടപെട്ടു. അതുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ജൂബിലി റോഡ് ഇത്ര വൈകാൻ കാരണമെന്നുള്ളതാണ് സത്യാവസ്ഥ. പൂർത്തീകരിക്കുമെന്ന് ചെയർമാൻ പറയുന്നുണ്ട്. അവിടെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, അതുകൂടാതെ BMBC നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. ദീർഘകാല ഉപയോഗമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 1,70 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുള്ള പദ്ധതിയാണ്. മാത്രമല്ല ഈ കൺവെർട്ട് സ്ഥാപിച്ച് അതുപോലെ തന്നെ ഡ്രെയിനേജൊക്കെ സ്ഥാപിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അടുത്ത കൗൺസിലിന് പോലും ഇനി ആ റോഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല എന്നാണ് നഗരസഭാ ചെയർമാൻ P. ഷാജി ഉറപ്പ് നൽകുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.